ഹായ്, അസ്സാമു അലൈക്കും. ബൈത്തുലിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങൾ പെരുന്നാളിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ 8 വീട്ടുകാർ ഒരുമിച്ചിട്ടാണ് പെരുന്നാൾ കഴിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ പെരുന്നാൾ നമ്മളെ വീട്ടിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ ഫസ്റ്റ് പെരുന്നാളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തലേ ദിവസം വേഗം നോമ്പ് തുറന്നതിന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പെരുന്നാളാവുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പെരുന്നാളായതിൻ്റെ ശേഷം നമ്മുടെ ഫിത്ർ സക്കാത്തിൻ്റെ അരികളത്തൊക്കെ കൊടുക്കൽ കഴിഞ്ഞു. അങ്ങനെ അവരവരുടെ പണികളൊക്കെ കഴിച്ചിട്ട് എൻ്റെ അനിയന്മാരും ഉമ്മയും ഉപ്പയും അവരെല്ലാവരും അവരുടെ വൈഫും മക്കളും എല്ലാവരും എത്തിയിട്ടോ. പിന്നെയാണ് ഞങ്ങളെ പരിപാടികൾ തുടങ്ങുന്നത്. ഞങ്ങൾ ഫുഡ് ഏൽപ്പിക്കാറാണ്. പക്ഷെ ബീഫ് വരട്ടും ചിക്കൻ പൊരിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും എത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ഉള്ളി തൊലിക്കലും ബീഫ് കട്ടാക്കലും അങ്ങനത്തെ ഓരോ പണികളിൽ ആയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എടുത്ത കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മക്കളെല്ലാവരും പിന്നെ അവരുടേതായ ഒരുപാട് ആഘോഷങ്ങളിലായിരുന്നു. ഡാൻസ് കളിക്കലും പാട്ട് പാടലും മെഹന്തി ഇടലും പൂത്തിരി കത്തിക്കലൊക്കെ ആയിട്ടോ. നമുക്ക് രാവിലത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. നമ്മളെ ഫാമിലിയിലുള്ളവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രായമുള്ളവർക്കും മക്കൾക്കൊക്കെ ഒരേ വൈബാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും രാവിലെ പള്ളിയിൽ പോയി എല്ലാവരും തിരിച്ചെത്തിയിട്ടോ. പിന്നെ നമ്മൾ ഫുഡ് എടുത്ത് വെക്കലാണ്. നമ്മളെ ഹാളിൽ തന്നെ മൊത്തത്തിലങ്ങ് ടേബിളൊക്കെ മാറ്റിയിട്ട് എല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീട്ടി ഇത് വിരിച്ചിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ഇരുന്നൊക്കെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് എടുത്തേക്കാണ്. പിന്നെ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കലാപരിപാടികളാട്ടോ. ഇവിടെ ഉപ്പാൻ്റെ അനിയന്മാരും ഉപ്പാരും അവരൊക്കെ പാട്ട് പറച്ചിലുകളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെയൊക്കെ ഫോട്ടോഷൂട്ടും. ഇവരൊക്കെ ഉപ്പാൻ്റെ അനിയന്മാരാട്ടോ. ഇനി നിങ്ങൾ കാണുന്ന ആൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഷാറൂഖ് ഖാനാണ്.
കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ അവർ കുറച്ച് ഐസ്ക്രീമൊക്കെ ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഞങ്ങളും മക്കളെല്ലാവരും അതൊക്കെ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇനി എല്ലാത്തിനും സബ്സ്ക്രൈബ് പറയരുത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക?